ചില മരങ്ങൾ വളരണമെങ്കിൽ ജലസാമീപ്യം തന്നെ ആവശ്യമാണ്. ആയതിനാൽ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുമോ എന്ന് വ്യക്തമായിട്ടറിയാൻ സാധിക്കും. വെള്ളത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് ആ പ്രദേശത്ത് വളരുന്ന സസ്യങ്ങളെ നോക്കി സ്ഥലത്തിന് നാമകരണം വരെ ശാസ്ത്രം നിർദ്ദേശിക്കുന്നു. മയിലെള്ള്, കടമ്പ്, ദർഭ, മരുത്, ചന്ദനം, കറുക, കരിമ്പ്, കൈത, കുശ എന്നിവയും ചെന്താമര, ചെങ്ങനീർ ഇവയുള്ള പ്രദേശം കിഴക്കോട്ടോ വടക്കോട്ടോ താഴ്ന്നിരുന്നാൽ എല്ലാ കാലത്തും ജലം സുലഭമായി ലഭിക്കും. ഇത്തരം പ്രദേശത്തെ ഭദ്ര എന്ന് പറയുന്നു. ഇത്തരം ഭൂമികളിൽ ദേവാലയവും മനുഷ്യാലയവും നിർമ്മിക്കാവുന്നതാണ്. ഇത്തി, പേരാൽ, വേപ്പ്, മരുത്, ഇലഞ്ഞി, വേങ്ങ, അശോകം, മുല്ല, ചെമ്പകം, മയിലെണ്ണ, പിച്ചകം, കരിങ്ങാലി, കുശ എന്നിവയാൽ നിറഞ്ഞ ഭൂമി താഴ്വാരത്തിലായാൽ വെള്ളം കുറവേ കാണുകയുള്ളൂ. ഇതിന് പൂർണ്ണം എന്നാണ് പേര്. ഗൃഹവാസ്തുക്കൾ പണിയാൻ ഇതിന് 2ാം സ്ഥാനമാണുള്ളത്. ഈ കാവുകളുടെ പൂർവ്വോൽപ്പത്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കാവുകൾ പിതൃവനങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മനക്ഷത്ര വൃക്ഷം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഒരു പിതൃവനം ഉണ്ടാക്കുന്നു. ഇത് പരിസ്ഥിതിയെ സന്തുലിതമാക്കാൻ വേണ്ടി നമ്മുടെ ആചാര്യന്മാർ കണ്ടുപിടിച്ച ഒരു തന്ത്രമാണ്. 27 നക്ഷത്രവൃക്ഷങ്ങൾ ഒരു പിതൃവനത്തിൽ വരുമ്പോൾ ആ നക്ഷത്രവൃക്ഷങ്ങളെ മരിച്ചുപോയവരുടെ ഓർമ്മയ്ക്കായി നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ ഒരാൾക്കും അതിൽ നിന്ന് മരങ്ങളെ വെട്ടിയെടുക്കാൻ അധികാരമില്ല. ഇപ്രകാരമുള്ള മരങ്ങൾ വൻമരങ്ങളായിത്തീരുകയും ഈ വൻമരങ്ങളിൽ ധാരാളം പക്ഷികൾ ചേക്കേറുകയും ചെയ്യും. പക്ഷികളുടെ പ്രത്യേകത, രാത്രി താമസിക്കാനെത്തുന്ന പക്ഷികൾ ഏത് കാലത്ത് ഏത് ഫലങ്ങളാണോ ഉണ്ടാകുന്നതെങ്കിൽ അതിൻ്റെ എല്ലാ ചെടികളുടെ കായകളും ഓരോന്നോരോന്ന് കൊണ്ടുവരും. പ്രത്യേകിച്ച് വവ്വാലുകളുടെ കാര്യത്തിൽ പറയാം. രാത്രികാലങ്ങളിൽ ഭക്ഷണത്തിനായി ഇര തേടി പുറത്തേക്ക് പോയിട്ട് അവ കൂട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഓരോ ഫലങ്ങളും കൊണ്ടുവരും. ഈ കൊണ്ടുവരുന്ന ഫലങ്ങൾ മുഴുവൻ ഭക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഭക്ഷിച്ചതിന് ശേഷം അവ ആ വൃക്ഷത്തിൻ്റെ താഴേക്കിടും. പല വൃക്ഷങ്ങളിൽ പല പക്ഷികളും ഇപ്രകാരം ചെയ്യുന്നതുകൊണ്ട് ഈ ഫലങ്ങളെല്ലാം ഈ പിതൃവനത്തിൽ കിളിർത്ത് വികസിക്കുകയും വലിയ വീണ്ടും മരങ്ങളും അവിടെ വളരാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. കാവ് തീണ്ടരുത് എന്ന് പറയുമ്പോൾ ഒരാൾക്കും കാവിലേക്ക് പ്രവേശിക്കാനൊരു അധികാരമില്ല. ഇങ്ങനെ വരുമ്പോൾ വൻമരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അവയിൽ പക്ഷികൾ ചേക്കേറുകയും ഈ പക്ഷികൾ കൊണ്ടുവരുന്ന വിത്തുകൾ അവിടെ ഇട്ട് മുളപ്പിച്ച് വീണ്ടും വലിയ ഒരു പ്രകൃതി സമന്വയം അവിടെ സാധ്യമാകുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പിതൃവനങ്ങൾ കാവുകളായിട്ട് തീരുന്നത്. കൃഷിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള മഴയുടെ പതനത്തിന്റെ തോത് പ്രവചിക്കുവാൻ പലപ്പോഴും സാധ്യമാകാറില്ല. എന്നാൽ വൃക്ഷനിരീക്ഷണം ഇതിനും നമ്മെ പ്രാപ്തരാക്കുന്നു. പുല്ലുമരുത് എന്ന മരം തളിർത്ത് പൂത്തുനിന്നാൽ ആ വർഷക്കാലമത്രയും നല്ല മഴ ലഭിക്കുന്നതാണ്. മാവ്, വന്യമരം, വേപ്പ്, കരിങ്ങാലി എന്നിവ പൂത്ത് ധാരാളം ഫലമുണ്ടായാൽ അതിവൃഷ്ടിയില്ലാതെ ആവശ്യത്തിന് മഴ കിട്ടി സർവൈശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാൽ ചേരുമരം, കുടകപ്പാല, നീർപ്പരുത്തി എന്നിവയാണ് കൂടുതലായി പൂക്കുന്നതെങ്കിൽ മഴ ആവശ്യത്തിന് ലഭിക്കാതെ വരികയും ക്ലേശം നിറഞ്ഞ ഒരു കാലാവസ്ഥയുണ്ടാവുകയും ചെയ്യും. ഈ അറിവുകൾക്ക് പ്രധാനമായും ആശ്രയിച്ചിട്ടുള്ളത് വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളും ബൃഹത് സംഹിത എന്ന ഗ്രന്ഥവുമാണ്. ഒരു രാജ്യത്തിന്റെ സുരക്ഷിതത്വം പോലും അവിടെയുണ്ടാകുന്ന മരത്തിനെ ആശ്രയിച്ചിരിക്കും. പഴയകാലത്ത് യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് കുതിരകളെയും അവ വലിക്കുന്ന തേരുകളെയുമാണ്. ഈ തേരുകളുടെ ചക്രങ്ങൾ ഉടഞ്ഞുപോയാൽ ഒരു രാജ്യം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഏറ്റവും ഭാരക്കുറവുള്ളതും ബലമുള്ളതുമായ വൃക്ഷങ്ങൾ കൊണ്ടാണ് രഥവും ചക്രവും ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് ധ്വജവും.
ധ്വജമൊടിഞ്ഞുപോയാൽ രാജാവ് യുദ്ധത്തിൽ തോറ്റുപോയി എന്നാണ്. അതിനാൽ ഏറ്റവും ഭാരക്കുറവുള്ള നല്ല ബലമുള്ള മരങ്ങളാണ് ഇതിനു വേണ്ടത്. ഇങ്ങനെയുള്ള മരങ്ങളെ തിരഞ്ഞുപിടിക്കുന്നതിനു വേണ്ടി കാട്ടിലേക്ക് പോകുന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ച് തന്നെ ബൃഹത് സംഹിതയിൽ വൃക്ഷായുർവേദമെന്ന ഭാഗത്ത് പറയുന്നുണ്ട്. ഒരു മരത്തെ മുറിക്കാനായിട്ട് ചെന്നു കഴിഞ്ഞാൽ ആചാര്യൻ മരത്തോട് ചോദിക്കണം, നിനക്ക് ജീവിച്ചു മതിയായോ എന്ന്. ജീവിച്ചു മതിയായ വൃക്ഷത്തിന് മാത്രമേ ബലിഷ്ഠത കൂടുതലായുള്ളൂ. മരത്തിന്റെ ബലമെന്ന് പറഞ്ഞാൽ അതിന്റെ ഉറപ്പാണ്. ഉറപ്പെന്നാൽ അതിന്റെ ഫൈബർ ബൈൻഡിംഗ് സിസ്റ്റം, അതായത് അതിന്റെ നാരുകളുടെ കൂട്ടിപ്പിടുത്തം. ഈ നാരുകളുടെ കൂട്ടിപ്പിടുത്തം കൊണ്ടാണ് ഒരു മരത്തിന്റെ തടിക്ക് ബലിഷ്ഠത കൈവരുന്നത്. നല്ലവണ്ണം മൂത്ത് പാകം വന്ന മരത്തിന് മാത്രമേ ഇത് ലഭിക്കുന്നുള്ളൂ. അതുപോലെ മരങ്ങൾ മുറിക്കുന്നതിന് മുൻപ് അതിലധിവസിക്കുന്ന പക്ഷികളോട് അകന്നു പോകാൻ പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. അല്ലയോ പക്ഷികളെ, നിങ്ങൾ കൂടുവിട്ട് പോകണം. ഈ പക്ഷികൾ കൂടുകൂട്ടാതെ വന്നാൽ തീർച്ചയായും ആ മരത്തിന് മൂപ്പെത്തി അതിനെ മുറിക്കാമെന്നാണ്. അതിനാൽ മരത്തോട് ചോദിക്കുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം ആ മരം മൂത്തു പാകമായി എന്നാണ്. ഈ വൃക്ഷത്തിൽ വസിക്കുന്ന എല്ലാ ജീവികൾക്കും സുഖമുണ്ടാകട്ടെ. എന്നെ പോലെ തന്നെ ഈശ്വര സൃഷ്ടിയായ അവയെ ഞാൻ ബഹുമാനിക്കുന്നു. എന്റെ അഭ്യർത്ഥനാപൂർണമായ അപേക്ഷയെ സ്വീകരിച്ച് എല്ലാ സൃഷ്ടികളും ഇതിൽ നിന്ന് മാറിപ്പോകട്ടെ. അല്ലയോ ഈശ്വര സൃഷ്ടിയായ ഉത്തമ വൃക്ഷമേ, നിന്നെ പണിത്തരത്തിനാവശ്യമായതിനാൽ മാത്രം മുറിക്കുന്നു. നിന്റെ ജന്മം സഫലമാകട്ടെ. എന്റെ അപേക്ഷയെ സ്വീകരിച്ചാൽ